ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ധാരാളം വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പല കമൻസും വായിച്ചപ്പോൾ മനസ്സിലായത് ധാരാളം ആളുകൾക്കാണ് പണം പ്രോപ്പറായിട്ട് കിട്ടാത്തതെന്നുള്ളത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അവർ പറയുന്നത് 5 വർഷമായിട്ട് പ്രീമിയം അടയ്ക്കുന്നു. എന്നിട്ടും ഒരു ക്ലെയിം വന്ന സമയത്ത് പൂർണ്ണമായിട്ടും പണം കിട്ടിയില്ല. കമ്പനി പൂർണ്ണമായിട്ട് അത് റിജക്റ്റ് ചെയ്തു. അല്ലെങ്കിൽ കുറച്ച് പൈസ മാത്രമേ കിട്ടിയുള്ളൂ. ഇങ്ങനെ കമൻറ്റുകൾ കണ്ടു. ചിലത് പറയുന്നത് കൂടുതൽ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പറയുന്നത് പൂർണ്ണമായിട്ടും തട്ടിപ്പാണ്, ഇത് ചെയ്യേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞ് ധാരാളം കമൻറ്റുകൾ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ കുടുംബത്തിന് നമുക്കും വേണ്ടിയാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ ഏതൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നത് പോലെ അത് ചെക്ക് ചെയ്തേണ്ട റെസ്പോൺസിബിലിറ്റി നമ്മുടെ തന്നെയാണ്. ഓക്കെ, കാരണം നമ്മളിപ്പോൾ വളരെ ചീപ്പായിട്ടുള്ള പല ഹെൽത്ത് ഇൻഷുറൻസുകളും ഉണ്ടാവും. അപ്പോൾ ആരെങ്കിലും പറയുന്ന കേട്ട് നമ്മുടെ കയ്യിലുള്ള പണം അടച്ച് ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പം പണം ലാഭത്തിന് വേണ്ടി നമ്മൾ ചീപ്പായിട്ടുള്ള പോളിസി എടുക്കരുത്. നമ്മൾ പോളിസി ഡോക്യുമെൻറ്റ് വായിച്ച് മനസ്സിലാക്കാൻ പല ആളുകൾക്കും പറ്റാറില്ല. ടേംസ് ആൻഡ് കണ്ടീഷനകത്ത് എഴുതിയിരിക്കുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അതായത് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പല ഡെവലപ്ഡ് കൺട്രീസിലും UK പോലുള്ള രാജ്യങ്ങളിലെല്ലാം ചികിത്സ സൗജന്യമാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യത്തിൽ അത് പൂർണ്ണമായിട്ട് സൗജന്യമല്ല. അപ്പോൾ വലിയ ലക്ഷങ്ങളുടെയൊക്കെ ബില്ല് വന്നു കഴിഞ്ഞാൽ സാധാരണക്കാർ അവരുടെ കയ്യിൽ നിന്ന് അവരുടെ വീടും സ്ഥലവും ഒക്കെ വിറ്റ് ചിലവ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ചികിത്സിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ഇതിന് നമുക്ക് ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. നമ്മുടെ മുമ്പിൽ സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കി എടുത്തില്ലെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിക്കാം. അപ്പോൾ നമുക്ക് പണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങളിത് വ്യക്തമായി മനസ്സിലാക്കുക. ഓൾറെഡി നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തവരായിരിക്കാം, അല്ലെങ്കിൽ പുതുതായിട്ട് എടുക്കാൻ പോകുന്നവരായിരിക്കും. എന്തായാലും ഈ നിർബന്ധമായിട്ട് ഈ വീഡിയോ കണ്ടിരിക്കുക, ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു സർജറി വേണ്ടി വന്നെന്ന് കരുതുക. അതിന് ബില്ല് വന്നത് 1 ലക്ഷം രൂപ. പക്ഷേ 80,000 രൂപ മാത്രമേ കമ്പനി അടച്ചിട്ടുള്ളൂ. ബാക്കി 20,000 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ട ഒരു സാഹചര്യം വന്നു. അത് എന്തുകൊണ്ടാണെന്ന് അറിയും. ഇപ്പോൾ സർജറിയുടെ കാര്യത്തിൽ സിറിഞ്ച്, നീഡില്, കോട്ടൺ ഇതുപോലുള്ള സാധനങ്ങൾ ഏകദേശം 15% വരെയൊക്കെ കോസ്റ്റ് വരും. ഈ കോസ്റ്റ് നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതിന് അഡീഷണൽ ആയിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വരും. ഇതിനെയാണ് വിളിക്കുന്നത് കൺസ്യൂമബിൾസ് എന്നുള്ളത്. അപ്പോൾ കൺസ്യൂമബിൾസ് നിങ്ങളുടെ ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ പണം കൊണ്ട് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഞാനൊരു ലിങ്ക് നമ്മുടെ കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്കാൻ ചെയ്ത് അതിനകത്ത് ബേസിക് ഡീറ്റെയിൽസ്, പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലം, ഇങ്ങനെ നിങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും ഏതാണ് ഈ ഇൻഷുറൻസ് നൽകുന്നത്, ഇങ്ങനെ കൺസ്യൂമബിൾസ് കവർ ചെയ്യുന്നുണ്ടോ. കാരണം ഒരുപാട് ടോപ്പ് കമ്പനികൾ ഇന്ത്യയിലുള്ള എല്ലാം അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നതാണ് എടുക്കേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളൊരു പ്ലാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഹൈലൈറ്റ്സിൽ പോയാൽ പ്ലാനിൽ ഓൾറെഡി ബിൽഡിനായിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് കാണാനായിട്ട്. അതിൽ തന്നെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺസ്യൂമബിൾസ് എന്നുള്ള ഓപ്ഷൻ അഡീഷണൽ ഫീച്ചേഴ്സിൽ കാണാനായിട്ട് പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു അപകടം സംഭവിക്കില്ല. അപ്പോൾ അത് കവേർഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു സർജറി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു അഡീഷണൽ ചിലവ് ചെയ്യേണ്ട അവസ്ഥ വരില്ല. ഇനി നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ലെന്ന് കരുതിക്കോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു സഹായത്തിനായിട്ട് അവരുടെ റെപ്രസെൻറ്റേറ്റീവ് കോൾ തരും. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ ബാക്ക് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. മലയാളത്തിൽ തന്നെ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം 400 മുതൽ 500 രൂപ മുടക്കിയിട്ട് ശരിക്കും 1 കോടി രൂപ വരെ കവറേജ് കിട്ടുന്ന പല പ്ലാനുകളും ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റും. പിന്നെ ഇപ്പോൾ GST സർക്കാർ ഒഴിവാക്കിയത് കൊണ്ട് മുമ്പൊരു 10 വർഷത്തിൻ്റെ ഒരു പോളിസിക്ക് കൊടുത്ത അതേ പൈസ കൊണ്ട് ഇപ്പോൾ 20 ലക്ഷത്തിൻ്റെ, അതായത് ഇരട്ടി കവറേജ് ഉള്ള പോളിസി നമുക്ക് എടുക്കാനായിട്ട് പറ്റും. കുടുംബത്തിനൊക്കെ കവറേജ് ഉള്ള ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്കല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും മുമ്പേ തൊട്ട് ഡയബറ്റീസ്, തൈറോയ്ഡ് പ്രോബ്ലം, ബ്ലഡ് പ്രഷർ, ആസ്മ പോലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ പോളിസി എടുത്ത 1-ാം ദിവസം തൊട്ട് കവറേജ് കിട്ടുന്ന തരത്തിലുള്ള പ്ലാനുകൾ ഇപ്പോൾ ഉണ്ട്. അതൊക്കെ അപ്പം നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. ഇനി ക്ലെയിമിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഇൻഷുറൻസ് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് സാധാരണഗതിയിൽ അവർ നോക്കിക്കോളും. ഇപ്പോൾ ക്ലെയിമിൻ്റെ എല്ലാ സപ്പോർട്ടുകളും ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ഒരു സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് ലഭിക്കും. ഇപ്പോൾ ഏത് ഇൻഷുറൻസ് ആണോ എടുക്കുന്നത് അവർ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് സപ്പോർട്ട് തരും. ഇനി പോളിസി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മാനേജറും അവർ സാധാരണ അസൈൻ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ക്ലെയിമിൻ്റെ ആവശ്യം വരുമ്പോൾ അവരെ നേരിട്ട് നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രശ്നവുമില്ല. അവർ ക്ലെയിമിൻ്റെ എല്ലാവിധ സഹായങ്ങളും നിങ്ങൾക്ക് സാധാരണഗതിയിൽ ചെയ്തു തരാറുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത 1-2 അല്ല, 51+ ടോപ്പ് കമ്പനികളുടെ പ്ലാനുകൾ നിന്ന് നിങ്ങൾക്ക് താരതമ്യം ചെയ്ത് എടുക്കാവുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്.
ഇത് നിങ്ങൾക്ക് തന്ന എല്ലാ ഫീച്ചേഴ്സും കൂടെ നോക്കി സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളിങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൺസ്യൂമബിൾസും കൂടെ കവർ ചെയ്യുന്ന തരത്തിലുള്ള ഇൻഷുറൻസ് എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇതാണ് കോമൺ ആയിട്ട് നടക്കുന്ന ഒരു മിസ്റ്റേക്ക്. രണ്ടാമത്തെ റൂം റെൻറ്റ് ലിമിറ്റ് നമ്മൾ വെക്കുന്നതിനാണ്. ഇപ്പോൾ നിങ്ങളൊരു 10 ലക്ഷത്തിൻ്റെ ഒരു പോളിസി എടുത്തെന്ന് കരുതുക. അതിൻ്റെ അകത്ത് നിങ്ങൾ റൂം റെൻറ്റിനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന 5000 രൂപയാണെന്ന് കരുതുക. നിങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ വില 8000 രൂപയാണെന്ന് കരുതിയോ. അപ്പോൾ കമ്പനി നിങ്ങൾക്ക് 5000 രൂപ തരും. ബാക്കി നിങ്ങൾ വിചാരിക്കുന്നത് എന്തായിരിക്കും, 3000 രൂപയും കൂടെ കയ്യിൽ നിന്ന് അടച്ചു കഴിഞ്ഞാൽ ശരിയാവുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, മറ്റു ചിലവുകളും അതിന് ആനുപാതികമായിട്ട് മാത്രമേ ക്ലെയിം കിട്ടുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിന് 5 ലക്ഷം രൂപ ചിലവായെന്ന് കരുതിക്കും. 10 ലക്ഷം രൂപയുള്ള കവറേജാണ് പോളിസി എടുത്തത്. നിങ്ങൾക്ക് 3000 രൂപയുടെ റൂമിൻ്റെ എക്സ്ട്രാ ചിലവ് മാത്രം അങ്ങോട്ട് കൊടുത്താൽ മതി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ ആനുപാതികമായിട്ട് മറ്റു ചിലവുകളുടെയും നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു 3 ലക്ഷം രൂപ നിങ്ങൾക്ക് ക്ലെയിം കിട്ടും, ബാക്കി 2 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ട അവസ്ഥ വരും. മനസ്സിലായോ എന്തുമാത്രം വലിയൊരു അപകടമാണെന്ന്? അപ്പോൾ റൂം റെൻറ്റ് ലിമിറ്റ് ഇല്ലാത്ത ഒരു പോളിസി എടുത്തു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതും നമ്മൾ സെലക്ട് ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള റൂമിൽ മികച്ച സൗകര്യത്തോടെ ചികിത്സ നേടണമെങ്കിൽ റൂം റെൻറ്റ് ക്യാപ്പ് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. അത്തരം പോളിസികൾ എടുക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റിലും കൊടുത്തിട്ടുള്ള ഒരു ലിങ്കിൽ പോയതിന് ശേഷം ഡീറ്റെയിൽസ് കൊടുത്ത് ഓൾ ഫിൽറ്റേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ റൂം റെൻറ്റ് ടൈപ്പ് സെലക്ട് ചെയ്ത് നോ റൂം റെൻറ്റ് ലിമിറ്റ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള ഇൻഷുറൻസുകൾ കാണാൻ പറ്റും. ഇനി നിങ്ങൾ കൺസ്യൂമേഴ്സ് കവർ എടുത്തു, റൂം റെൻറ്റ് ലിമിറ്റ് ഇല്ലാത്തൊരു പോളിസി എടുത്തു, എന്നാലും പണം നമുക്ക് നഷ്ടപ്പെടാം. അതായത് ഒരു 5 ലക്ഷം രൂപയുടെ സർജറി ആവശ്യമായി വന്നു, 10 ലക്ഷം കവറേജ് ഉള്ള ഒരു പോളിസിയാണ്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പൂർണ്ണമായിട്ടും കിട്ടുമെന്നുള്ളതാണ്. പക്ഷേ ക്ലെയിം കിട്ടിയത് 2 ലക്ഷം മാത്രം. ഇവിടെ ചില അസുഖങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റുകളിൽ നിങ്ങൾക്ക് ക്ലെയിം തുകയിൽ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ടാവും. ആ ലിമിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിൻ്റെ മാക്സിമം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ 2 ലക്ഷം ആണെങ്കിൽ അത്രയേ പറ്റുള്ളൂ. അതായത് എത്രയാണോ ആ ഒരു അസുഖത്തിന് കൊടുത്തിട്ടുള്ളത് അത്രയും തുകയെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സബ് ലിമിറ്റ് ഇല്ലാത്ത പോളിസി എടുക്കുന്നതാണ് നല്ലത്. സബ് ലിമിറ്റ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ സബ് ലിമിറ്റ് ഇല്ലാത്ത പോളിസി എടുക്കാം. ഇനി അടുത്തതാണ് കോപ്പേ എന്നുള്ളൊരു പ്രശ്നം. അതായത് നിങ്ങൾ എത്ര കവറേജ് ഉള്ള പോളിസി എടുത്താലും നിങ്ങൾക്ക് വരുന്ന ക്ലെയിം എമൗണ്ടിൻ്റെ ഒരു നിശ്ചിത ശതമാനം നിങ്ങൾ സ്വയം കയ്യിൽ നിന്ന് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് 4 ലക്ഷത്തിൻ്റെ ഒരു ബില്ല് വന്ന് കരുതുക, 20% കോപ്പേ എന്ന് വെച്ചോളൂ. അതിൽ 80,000 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കോപ്പേ ഇല്ലാത്ത പോളിസികൾ നോക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി അടുത്തത് പ്രീ ഹോസ്പിറ്റലൈസേഷനും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനും കവറേജ് ഉള്ളത് എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് മുമ്പ് സ്കാനിങ് ഉണ്ടാവും, ബ്ലഡ് ടെസ്റ്റ് ഉണ്ടാവും, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ചെയ്യും. അത് കവർ ആണെങ്കിൽ പ്രീ ഹോസ്പിറ്റലൈസേഷൻ കവറേജ് ഉള്ളത് എടുത്തിരിക്കണം. അതുപോലെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഫോളോ അപ്പ് ഉണ്ടാവും, മരുന്നുകൾ വാങ്ങിക്കേണ്ടി വരും, വീണ്ടും സ്കാനിങ് ചിലപ്പോൾ ഉണ്ടാവും, അങ്ങനെ പലതരത്തിലുള്ള ഫിസിയോതെറാപ്പി പോലുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും കൂടെ കവറേജ് ലഭിക്കാൻ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനും കവറേജും കൂടെ ഉള്ള പോളിസീസ് നമ്മൾ തിരഞ്ഞെടുക്കാം. അതായത് ചുരുങ്ങിയതൊരു 30 മുതൽ 60 ദിവസം വരെയെങ്കിലും നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പും അതിന് ശേഷവും കവറേജ് കിട്ടുന്ന രീതിയിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ പൂർണ്ണമായിട്ടും അതും കൂടെ കവറാവും. മനസ്സിലായല്ലോ. ഇനി 90 ദിവസമോ 180 ദിവസമോ ഒക്കെ മാക്സിമം കവറേജ് ലഭിക്കുന്ന പോളിസികളും ഇപ്പോൾ ഉണ്ട്. അത്തരം പോളിസികൾ എടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റിലും ഈ ലിങ്കിൽ പോയി ഓൾ ഫിൽറ്റേഴ്സ് ക്ലിക്ക് ചെയ്ത് പോളിസി ബെനിഫിറ്റ്സ് എന്ന ഒരു സെഷനിൽ പോയാൽ മതി, നിങ്ങൾക്കിത് കാണാനായിട്ട് പറ്റും. അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലായിരിക്കും നിങ്ങൾ സ്ഥിരമായിട്ട് പോകുന്നത് അല്ലേ. ആ ഹോസ്പിറ്റലുകളിൽ ഈ പറഞ്ഞ ഇൻഷുറൻസ് കവർ ആകുന്നുണ്ടോ എന്ന് നോക്കുക. അവിടെ ക്യാഷ്ലെസ് ആയിട്ട് അത് എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. എങ്കിൽ മാത്രമേ ആ ഇൻഷുറൻസ് എടുക്കാവൂ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന ഇൻഷുറൻസ് തന്നെ എടുക്കുമെന്ന് നിങ്ങളുടെ അടുത്ത് പറയാത്തത്. പല ആളുകളും സ്ഥിരമായി ചോദിക്കുന്നുണ്ട്, ഡോക്ടർ അങ്ങ് പറഞ്ഞാൽ പോരെ ഏത് ഇൻഷുറൻസ് ആണ് നല്ലത്. അങ്ങനെ എനിക്ക് പറയാൻ കഴിയില്ല, കാരണം ആ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിൽട്ടർ സെഷനിൽ സോർട്ട് ബൈ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ക്യാഷ്ലെസ് നെറ്റ്വർക്ക് എന്നുള്ള സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ക്യാഷ്ലെസ് ആയിട്ടുള്ള നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ ഈ ഇൻഷുറൻസ് കവർ ചെയ്യുന്നുണ്ടോ ഉള്ളത്. അപ്പോൾ നിങ്ങൾ പണം അടയ്ക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഇൻഷുറൻസ് കമ്പനി തന്നെ കംപ്ലീറ്റ്ലി അടച്ചു. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റീഇംബേഴ്സ്മെൻറ്റ്. റീഇംബേഴ്സ്മെൻറ്റ് ഇല്ലാതെ ക്യാഷ്ലെസ് ആയിട്ടുള്ള എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മുൻകൂട്ടി 1 രൂപ പോലും അടയ്ക്കാതെ നമുക്ക് ചികിത്സ പൂർണ്ണമായിട്ടും കിട്ടും. അപ്പോൾ ഇങ്ങനെ പോളിസികൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. അടുത്ത പണം കിട്ടാത്തതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ അസുഖങ്ങൾ നമ്മൾ മറച്ചു വയ്ക്കുന്നത്. ഇപ്പോൾ നമുക്ക് പ്രമേഹം ഉണ്ടാവും, ചിലപ്പോൾ സർജറീസ് ഒക്കെ കഴിഞ്ഞ് കാണും, പല പ്രോബ്ലംസ് ഉണ്ടാവും, അതെല്ലാം മറച്ചു വെച്ചിട്ടായിരിക്കും ചിലപ്പം ഇൻഷുറൻസ് എടുക്കുന്നത്. അതുകൊണ്ട് പോളിസി അടയ്ക്കുന്ന എമൗണ്ട് ഒക്കെ വളരെ കുറവായിരിക്കും,
പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു അസുഖം വരുന്ന സമയത്ത് ഇത് കണ്ടുപിടിക്കപ്പെടും. അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ വേഗത്തിൽ അത് കണ്ടുപിടിക്കാനുള്ള പല ടെസ്റ്റുകളും ഇപ്പോൾ ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് റിജക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സത്യസന്ധമായിട്ട് തന്നെ വിവരങ്ങൾ കൊടുക്കുക. ഈ പറഞ്ഞ 7 കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങളുടെ ഒരു ക്ലെയിം പരമാവധി നിരസിക്കപ്പെടാതെ മാക്സിമം കവറേജ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾ വളരെ വില കുറഞ്ഞ പോളിസി എടുക്കുന്നതിന് പകരം നിങ്ങൾ ഇതുപോലെ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഇൻഷുറൻസ് എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പല കാര്യങ്ങളും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മാറും. ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് പ്രീ ഹോസ്പിറ്റലൈസേഷനും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനും വേണമെങ്കിൽ അതെടുത്ത് കളയാം. അതിന് പകരം എനിക്ക് ഡേ കെയർ പ്രൊസീജിയേഴ്സാണ് കവർ ചെയ്യുമെങ്കിൽ എനിക്ക് കാറ്ററാക്ട്, ഹെർണിയ, അതുപോലെ ചെറിയ ചെറിയ ഡേ കെയർ പ്രൊസീജിയേഴ്സൊക്കെ അവർ കവർ ചെയ്യും. ഇത് മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റിലും ഈ ഒരു ലിങ്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ QR കോഡും നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം, അത് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാം ഏത് ഇൻഷുറൻസ് ആണ് നമുക്ക് ഏറ്റവും അനുയോജ്യം എന്നുള്ളത്. ഈ വഴി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 25% ഡിസ്കൗണ്ട് വരെ കാണാനിടയായി. അപ്പോൾ അതും നല്ലൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ധാരാളം ആളുകളാണ് ഇത്തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് പറ്റിക്കപ്പെടുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് മനസ്സിലാക്കേണ്ടത്. പല തെറ്റിദ്ധാരണകളും നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യും. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.